ക്രിസ്തുവിൽ നീ ആരാണ്? ആളൊരുത്തൻ ക്രിസ്തുവിൽ ഉണ്ടെങ്കിൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതൊക്കെ കഴിഞ്ഞുപോയി, ഇതാ എല്ലാവരും പുതുതായി മാറിയിരിക്കുന്നു. ഒരു പുതിയ തുടക്കം. ഒരാൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അവൻ ആത്മീകമായി പുതിയതായി ജനിക്കുന്നു. പാപം, ലജ്ജ, കുറ്റബോധം എന്നിവയാൽ അടയാളപ്പെടുത്തിയ പഴയ ജീവിതം അവസാനിക്കുന്നു. ദൈവം ഒരു പുതിയ തുടക്കം നൽകുന്നു. നിന്റെ പഴയ കാലം നിന്നെ നിർവചിക്കേണ്ടതില്ല. നിന്റെ പഴയ തെറ്റുകൾ, പരാജയങ്ങൾ, മറ്റുള്ളവർ പറഞ്ഞ വിശേഷണങ്ങൾ ഇതൊന്നും നിന്റെ യഥാർത്ഥ നിലയല്ല. ക്രിസ്തുവിൽ നീ നിന്റെ കഴിഞ്ഞ കാലമല്ല. ദൈവം നിന്നെ കാണുന്നത് പോലെ നീ നിന്നെ കാണണം. നീ പുതുക്കപ്പെട്ടവനും ക്ഷമിക്കപ്പെട്ടവനും മോചിതനുമാണ്. പുതുക്കപ്പെട്ടത് ഹൃദയം, ചിന്തകൾ, ഉദ്ദേശ്യങ്ങൾ എല്ലാം മാറുന്നു. ക്ഷമിക്കപ്പെട്ടത് നിന്റെ എല്ലാ പാപങ്ങളും ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് ക്ഷമിക്കപ്പെട്ടു. മോചിതൻ കുറ്റബോധവും ഭയവും ലജ്ജയും ഇനി നിന്നെ അടുപ്പിക്കില്ല. നീ സ്വതന്ത്രനാണ്. അസംശയത്തിൽ നിന്നല്ല, തിരിച്ചറിവിൽ നിന്ന് ജീവിക്കുക. ഭയത്താലോ സംശയത്താലോ അല്ലാതെ ദൈവം നിന്നെ ആരായി സൃഷ്ടിച്ചുവോ അതിൽ നിന്ന് നീ ജീവിക്കണം. നീ ദൈവത്തിൻ്റെ മകനും മകളുമാണ്, സ്നേഹിതനും സ്വീകരിക്കപ്പെട്ടവനും. നീ ക്രിസ്തുവിലായാൽ ദൈവം നിന്നെ വൃത്തിയാക്കി പുതിയ സൃഷ്ടിയായി മാറ്റുന്നു. നിന്റെ പഴയ ജീവിതത്തെ വിട്ടുകളയുക. ദൈവം നൽകിയ തിരിച്ചറിവ് സ്വീകരിച്ച് ആത്മവിശ്വാസത്തോടെ ജീവിക്കുക. നീ ക്രിസ്തുവിൽ പുതുവൻ ആയിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.